ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കെഎസ്യു പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഎം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പാവറട്ടിയിൽ നടന്ന യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കെ ആർ സുമേഷ് അധ്യക്ഷനായിരുന്നു. 3.5 കോടി മലയാളികളുള്ള കേരളത്തിനകത്ത് 12 കോടി സർജറി നടന്നപ്പോൾ ഏതെങ്കിലും ഒരു തലത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മനുഷ്യത്വപരമായി നമ്മൾക്ക് കാണേണ്ടത്. എന്നാൽ ആ ഒരൊറ്റ കാരണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ യൂത്ത് കോൺഗ്രസും കെഎസ്യുയും കോൺഗ്രസും UDFും BJPയും ഒരുമിച്ച് നടത്തുന്ന ശ്രമങ്ങളാണ് കേരളത്തിനകത്ത് നമ്മൾ കാണുന്നത്. ഇത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സമ്പ്രദായത്തെ തകർക്കാനും സ്വകാര്യ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ കുൽസിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം നമ്മൾ കേരളത്തിൽ മന്ത്രി വീണ ജോർജിൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തി റീത്ത് സമർപ്പിച്ചു. അവർ വെല്ലുവിളിച്ചു, ഈ റീത്ത് എന്നത് ആരോഗ്യമന്ത്രിക്ക് വെക്കാനുള്ളതാണ്, അതിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങളിത് ഇവിടെ വെക്കുന്നത്. പ്രതീകാത്മകമായി ഈ റീത്ത് ഇവിടെ വെക്കുമ്പോൾ മന്ത്രി വീണ ജോർജിന് അവർ താക്കീത് ചെയ്യുകയാണ് ഉണ്ടായത്. ഞങ്ങൾ വകവരുത്തും. പരസ്യമായി വെല്ലുവിളിച്ച് വീണ ജോർജിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയാണ് കെഎസ്യുക്കാർ ഇന്ന് ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഒരു കാര്യവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെതിരായി പറയാനില്ലാത്തവരായി കോൺഗ്രസും UDFും മാറി. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം എന്താണെന്ന് നിറവേറ്റാതെ ആ നിയമസഭയ്ക്കകത്ത് ഒരു ക്രമപ്രശ്നം പോലും ഉന്നയിക്കാതെ ഒരു തരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ നിയമസഭയ്ക്കകത്തുനിന്നും ഒളിച്ചോടുന്നതാണ് നമ്മൾ കണ്ടത്. ലോക്കൽ സെക്രട്ടറി ബാബു ആന്റണി, VG സുബ്രഹ്മണ്യൻ, ശോഭ രഞ്ജിത്ത്, കെ ദ്രൗപദി തുടങ്ങിയവർ സംസാരിച്ചു.